ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, അതായത് ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തിയുടെ മേന്മയെക്കുറിച്ചും പറയുന്ന ഗ്രന്ഥങ്ങൾ, ആ രചനയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും, അതായത് വ്യാകരണത്തിലുള്ള തെറ്റോ അല്ലെങ്കിൽ പിന്നെ പല രീതിയിൽ അതിൻ്റെ രചിച്ച സമയത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഭൗതികമായിട്ട് അതിൽ വന്നാലും അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ആ സാഹിത്യം എത്രയാണോ അതൊന്നുമല്ല വിഷയം. അത് ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കൃഷ്ണഭക്തിയെക്കുറിച്ച് പറയുന്നതാണ്. അവിടെ ഭാഷ, വ്യാകരണ ശുദ്ധി അതിനൊന്നും സ്ഥാനമില്ല. അത് ആരെ ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ആ ഒരു ശക്തി. അതിന് പകരം എല്ലാ സാഹിത്യ സമ്പന്നമായിട്ടിരിക്കുന്ന ഗ്രന്ഥം അത് ആർക്ക് വേണം, എന്ത് പ്രയോജനം? കാരണം അതിൽ ഭഗവാനെക്കുറിച്ചോ ഭഗവാന്റെ ഭക്തിയെക്കുറിച്ചോ ഇല്ല എങ്കിൽ. ഭൗതിക ഗ്രന്ഥങ്ങൾ നമ്മുടെ ചിന്തകളെ അധപ്പതിപ്പിക്കാൻ, പാപകർമ്മങ്ങളിലേക്ക് നമ്മളെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആധ്യാത്മിക ഗ്രന്ഥം നമ്മളെ ബോധത്തെ ഉയർത്തിക്കൊണ്ടിരിക്കും, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഉന്നതിയിലേക്ക്. ഭൗതിക ഗ്രന്ഥങ്ങൾ നമ്മളെ അധപ്പതിപ്പിക്കും, നശിപ്പിക്കും, നമ്മുടെ ചിന്തകളെ താഴ്ത്തിക്കൊണ്ടുപോകും, പാപകർമ്മങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കും.